ഒരു മലപ്പുറംകാരനാണ്. അപ്പോൾ മലപ്പുറത്തുകാരുടെ സ്നേഹം എപ്പോഴും ഭയങ്കര രസമാണ്. അപ്പോൾ മലപ്പുറംകാര് നൽകുന്ന ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഒരു ആക്ടർ എന്ന നിലയിൽ സമീപത്തുള്ള ആൾക്കാരും അവരൊക്കെ? മലബാർ നമ്മളെ മലപ്പുറം അവിടെ എല്ലാവർക്കും ഭയങ്കര ഹോണസ്റ്റ് ആണ്, ഭയങ്കര ഫ്രം ദ ഹാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആരും മനസ്സൊന്നും വെച്ച് പുറത്ത് കളയുന്ന ആൾക്കാരല്ല. അപ്പോൾ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അവരൊന്നും എന്നെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു ആക്ടറെ കാണുന്ന ആൾക്കാരൊന്നുമില്ലല്ലോ. ഞാൻ എന്താണെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു നടൻ എന്നുള്ള പോലെ കണ്ട് അങ്ങനത്തെ സംസാരമൊന്നുമില്ല. പക്ഷേ എന്ത് വരുമ്പോഴും മാക്സിമം സപ്പോർട്ട് ചെയ്യും, അവരുടെ ഭാഗത്ത് ഷെയർ ചെയ്യും, കാണാൻ ശ്രമിക്കും, എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി. എപ്പോഴും ലൈഫിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അങ്ങനെ സിനിമകൾ കിട്ടാതെ അല്ലെങ്കിൽ ഡൗൺ ആയി പോയ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഭയങ്കര ഈ സിനിമാ ഫീൽഡിലേക്ക് വരേണ്ടിയിരുന്നില്ല തോന്നി ഏതെങ്കിലും ഒരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടറിനും അങ്ങനത്തെ കടന്നു പോകും, അല്ലാതെ ഒരാൾ ആക്ടർ ആവില്ല. എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചു സിനിമ വിട്ട് വേറെ പണിക്ക് പോകുന്ന ആലോചിച്ചിട്ടുണ്ട്. കാരണം സിനിമ പക്ഷേ ഒരു വേറെ മാജിക്കാണ്, നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഒരു ലൂപ്പാണ്, അതിൽ ലൂപ്പാണെന്നും പറയാം ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ. ഇപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഇപ്പോഴും. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് മുന്നേറുന്നത്. അപ്പോൾ നമുക്കൊരു ഡെസ്റ്റിനി ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ വളരെ ആക്സിഡൻ്റ് സിനിമ വന്ന ആളാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിനിമ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡെസ്റ്റിനിൽ വന്ന് പെട്ട് ഇപ്പോൾ ഇത്രയും വർഷം ഇവിടെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനൊരു ആക്ടർ ആവാൻ ഡെസ്റ്റിൻഡ് ആയിട്ട് ആളായിരിക്കാം. അതുകൊണ്ട് ഇപ്പോഴും സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്, എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, എല്ലാ കരിയറിലും എല്ലാ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്.